ഇനിയൊന്നും നോക്കാനില്ല, കൊല്ലണം. ഇനി ഒരു നിമിഷം പോലെ ശിവരാമൻ ജീവിച്ചിരുന്നുകൂടാ. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. പാർവതി ഇപ്പോഴും അവന്റെ കസ്റ്റഡിയിൽ എന്ന് വെച്ച് ഈ കുടുംബത്തിലൊരു ജീവൻ എടുത്തവനെ വെറുതെ വിടണം. സുശീലിനെ ചെതുക്കി തീ കൊളുത്തും മുമ്പ് അവന്റെ ശവം വീണിരിക്കണം. കേരളത്തിലെ മൊത്തം കളക്ഷൻ ഏജന്റുമാരും ഈ പ്രവീൺ എന്ന് പറയുന്നവന്റെ ആൾക്കാരാ. മാർവാടി കുടുംബത്തിലെ ഒറ്റ ആളും അവനെ സംശയിക്കില്ല. അവനെ ഭയങ്കര വിശ്വാസം എല്ലാവർക്കും. ഈ ഗുണ്ടകൾ പഴയതായാലും പുതിയതായാലും ഒരേ ചങ്ങലയിലെ കണ്ണികളാ. ഈ പ്രവീൺ എന്ന് പറയുന്ന പുതിയ ഗുണ്ടയില്ലേ, അവനുമായി ബന്ധമുള്ള ചിലരൊക്കെ ഇവിടെ ഈ തമിഴ്നാട്ടിലും ഉണ്ട്. ഇവിടെ വലിയൊരു ജന്മിയുണ്ട്, 5 എസ്റ്റേറ്റുകളുടെ ഉടമയാ. ആ, അയാളുടെ വീടാ ഈ പ്രവീണിന്റെ ആൾക്കാരുടെയും താളവം. താളവം. ചാണ്ടി, ഓ നമുക്കിവരുടെ താളവം വരെ ഒന്ന് പോയാലോ? നിങ്ങൾ ജമീൻദാറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുപോലൊരു ജന്തുവിനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നാ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു ജന്തുവിനെ. വാ. இந்த சிதம்பரத்துக்கு இது 1ஆம் பாரிய, அது 2ஆம் பாரி. இந்த 2 பாரியமார்க்கும் ஒரு சின்ன தங்கச்சி வேணும்னு ஆசைப்பட்டிருக்கு. அதுக்காக நான் 3ஆவது கல்யாணம் செய்ய போறேன். சந்தோஷம் தானே? இவ்வளவு சந்தோஷமா? பெண்ணினை கூட்டி உள்ளே போ. போடி. சந்தோஷம் தானே? இந்த அப்பாவுக்கு கல்யாணம் சல்லி செய்யக்கூடாது. கொரக்கு நம்ம கொல்லும் பண்ணி നോക്കണ മക്കളാണ് മക്കള്. പോടി. അപ്പനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത മക്കൾ. பால் குடிக்கும். அந்த சாத்தான கல்யாணம் பண்றதை விட நான் சாவறதுதான் நல்லது. അതൊക്കെ നിന്റെ അച്ഛൻ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. പൈസ കൊടുത്തില്ലെങ്കിൽ നിന്നെ കുടുംബത്തോടെ കൊന്നുകളയും. അയാളുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? അവന്മാരുടെ കയ്യിലും അരയിലും ഒക്കെ ആയുധങ്ങളാ. എനിക്കിന്ന് മാങ്കൽ മീനാക്ഷി, നമുക്ക് ഹണിമൂണിന് എങ്കേ പോകണം? സൂയിസൈഡ് പോയിന്റിക്ക് പോകണം. മനുഷ്യന് നാണം കെടുത്താൻ വന്നോളും ശവങ്ങള്. മക്കളാണ് മക്കൾ. ഗുലേബ കവലി മനസ്സിലായില്ലേ? വണക്കം. പ്രവീൺ വരില്ലയാ? ഉടനെ എത്തും. താലി കെട്ടാ സമയത്ത് കൃത്യമായിട്ട് എത്തും പറഞ്ഞു. വരണം. പ്രവീണില്ലാതെ എനിക്കെന്ത് മാംഗല്യം? എന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം അവനല്ലേ? ചാണ്ടി, എനിക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. 1 minute. ഗുലേബ കവലി, இந்த ஜமீன்தார் வந்து പാർവതി, ഏയ് പാർവതി.
കരയാതെ. എന്തിനെങ്കിലും വീണ്ടും വീണ്ടും കല്യാണം കഴിക്കണേ? ഇന്ത്യ എന്തിനാ വീണ്ടും വീണ്ടും ഉപഗ്രഹങ്ങൾ വിടുന്നത്? ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി. ഇന്ത്യക്ക് മാത്രം മതി വികസനം, അണ്ണനും വേണ്ട വികസനം. കരയാതെ, അണ്ണനൊന്ന് വികസിച്ചോട്ടടി. யாரு? കൃഷ്ണനെ കല്യാണത്തിന് என்ன? നിനക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിനല്ല ഇവിടെ വന്നത്. അതെ. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ഇതാരാ? ഞാൻ ഇതുപോലെ രക്ഷപ്പെടുത്തിയ വേറൊരു കുട്ടിയാ. ഞാൻ ഇങ്ങനെ എല്ലാരെയും രക്ഷപ്പെടുത്തും. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. നീ എനിക്ക് 3-4 ഉപകാരങ്ങൾ ചെയ്യണം. ഫസ്റ്റിലെ കൊഞ്ചം തണ്ണി അമ്മ പ്ലീസ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഓടിയിട്ടില്ല. 1.25 മോടിഞ്ഞ ഓട്ടം. കള്ളന്റെ മോനെ, എന്തെങ്കിലും എന്റെ കൈ കിട്ടിയ അവന്റെ മറ്റേ കാലം ഞാൻ തല്ലി ഓടിക്കും. തണ്ണി എങ്കമ്മാ കൊണ്ടുവരേ? ബെഡ്റൂമുക്ക്. ഓ, വണക്കം. അവളോടൊപ്പം വെള്ളമിട്ട് ബെഡ്റൂമിലെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് ബെഡ്റൂമിൽ കയറി, അതും വെള്ളമായിട്ട്. இந்த தண்ணீர் தொட்டி தேடி வந்த கண்ணு கட்டி நான், தண்ணீர் தொட்டி தேடி வந்த கண்ணு கட்டி நான், இந்த சூரிய வழிக்கு சேர்ந்து விடுந்தது மாமி. சாராயத்தை ஊத்த கண்ண பாட்டு, சாராயத்தை ஊத்த கண்ணால பாட்டு. இந்த தண்ணீர் தொட்டி தேடி வந்த கண்ணு கட்டி நான், தண்ணீர் தொட்டி தேடி வந்த கண்ணு கட்டி நான், இந்த சூரிய வழிக்கு சேர்ந்து விடுந்தது மாமி. കീടനാശിനിയായിരുന്ന ആണെങ്കിൽ സാരമില്ല, പാറ്റയും മൂട്ടൊന്നും കടിക്കില്ലല്ലോ. എനിക്ക് ദാഹിക്കുന്നു എന്ന് നീ എങ്ങനെ അറിഞ്ഞു മുത്തേ? അതുകൊണ്ടാണല്ലോ ഈ വെള്ളം ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഇരുന്ന വെള്ളം ഇവിടെ പോയി. தெரியாது. എന്താ தெரியாது. എന്ത് தெரியாது. ഓ, தெரியாதுന്നല്ലേ? പേടിക്കണ്ട, ഓടിക്കോ. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട, ഓടിക്കോ. ചാണ്ടി, നീ എവിടെ? ഞാനിപ്പോ ഇതിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. ചാണ്ടി, ചാണ്ടി, ദാ ഇവിടെ. ദാ, ഇങ്ങ് വാ. അണ്ണേ, ബെഡ്റൂമിലേക്ക് പോകുന്നില്ലേ? എല്ലാത്തിനും ഒരു ടൈം ഇருக்கு. അപ്പടിയാ? വീശിക്കോ. മണവാട്ടി ഇങ്ങോട്ട് പോകുന്നു. പുടിയടാവളെ. പണ്ടാരടങ്ങ താഴെ പോകുന്നാ തോന്നേ. അണ്ണേ, പെണ്ണിന്റെ കാലം നിലത്ത് ഊത്തുന്നില്ല. എന്താ കുഴപ്പമുണ്ട്? തങ്കക്കുടമേ, ഓടാതെ. கல்யாணத்துக்கு முன்னாடி இந்த மாதிரி ஓடியால் கல்யாணத்துக்கு அப்புறம் நீ எந்த மாதிரி ஓடும்? மீனாட்சி,
டைப்பா சொல்லடி ஏன் ஸ்பீடு கூட்டியாச்சா எவ்வளவோ ஸ்பீடு എന്തു പറ്റി ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ആ മണവാട്ടി പെണ്ണിന് വട്ട് പിടിച്ച് അത് തുള്ളിച്ചാടി അങ്ങോട്ട് പോയി. എല്ലാരും അതിന്റെ പിന്നാലെ ഓടിയിരിക്കുക. വാമോനെ ശക്കരെ, ഇത്ര പെട്ടെന്ന് തമ്മിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇതാണോ നീ പറഞ്ഞ ബ്രാൻഡ് ന്യൂ ഗുണ്ടകൾ? ആ കൊള്ളാം. ഹലോ ഹലോ, നമ്മൾ ബത്തേരി ബാപ്പു കൊലകൊല്ലിന്നാണ് കേടി ലിസ്റ്റില്. ഞാൻ വടക്കാഞ്ചേരി വക്കച്ചൻ, വെടക്ക് വക്കൻ എന്ന് പറയും. ഞാൻ പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നറിയും. ഞാൻ ശിവരാമൻ. ശിവരാമൻ എന്ന് പറഞ്ഞ എല്ലാവരും അറിയും. നമുക്ക് ഈ പഴയതും പുതിയതും തമ്മിലൊന്ന് മാറ്റിവരച്ച് നോക്കാം. അനക്ക് പഴയ ഗുണ്ടകളെ പുച്ഛമാണ് അല്ലടാ പാട്ടികളെ. അടിയടോ. ശ്വാസം മോളിന്ന് വരുതാ കീഴേന്ന് വരുതാ ഒന്നുമേ പുരിയാത്. അമ്മേ, നമ്മൾ ഇത്രയോ ഓടിയിട്ടും അവളെ കിട്ടിയില്ലല്ലോ. കിട്ടാതിരിക്കുന്നതാ നല്ലത്. അതേതോ പ്രേതബാധയുള്ള സ്ത്രീയാ. അണ്ണേ, എന്തോ തണ്ണി. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഓടിക്കോ, എല്ലാരും ഓടിക്കോ.
ചേട്ടാ കേസ് ആകെ തിരിഞ്ഞിരിക്കുക. അവള് ഡ്രഗ് അഡിക്റ്റ് ആണെന്നാണ് അവളുടെ വീട്ടിൽ ഒരാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ആൽക്കഹോളിക് ആയ ശിവനും ഡ്രഗ് അഡിക്റ്റ് ആയ പാർവതിയും ചേർന്ന് പ്രവീണിനെ കൊണ്ട് നടത്തിയ തട്ടിപ്പാണിതെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ തൊട്ടു പുറകെ തന്നെ ശത്രുവുണ്ട്. നീയോ ഞാനോ ഏത് നിമിഷവും കൊല്ലപ്പെടും. ഇത്രയും നാൾ നമ്മുടെ കൺമുന്നിൽ ഒരേ ഒരു ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രവീൺ. ഇപ്പം അവനില്ല. അവനാരെന്നോ അവനെ അയച്ചവനാരെന്നോ നമുക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, യഥാർത്ഥ ശത്രു നിന്റെ വീട്ടിൽ തന്നെയാണ്. അവനെ പേടിച്ച് നമ്മൾ ഓടാൻ തുടങ്ങിയ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഭയന്നോടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് അവനെ അവൻ്റെ മടയിൽ നമ്മൾ നേരിടുന്നു. പാർവതിയുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. വർഷങ്ങൾക്ക് ശേഷം ശിവരാമൻ വീണ്ടും വക്കീൽ കോട്ടിടാൻ പോവുകയാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ കേസ് ഏൽപ്പിക്കണം. എന്റെ കർത്താവേ, നീ കാത്തു. ദേ, ശിവരാമൻ വീണ്ടും കോട്ടിടാൻ പോകുന്നു. ശിവരാമൻ കോട്ടിട്ട് കോടതി പോകുന്ന കോട്ടുവായിടാനല്ല, ശത്രുവിന്റെ കോട്ട തകർത്ത്. പാർവതിക്ക് എന്നെ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ക്ഷണിക്കുന്നത് പാർവതിയുടെ സ്വന്തം വീട്ടിലേക്കാണ്. എവിടെയാവൻ? ഞാൻ തടയാൻ ശ്രമിച്ചതാ, തട്ടി മാറ്റി അയാൾ അകത്ത് കയറി. ഓം കൃഷ്ണായ നമഃ, ഓം ഹയായ നമഃ. ഹുഷ്. ശും, ശും, ശും.